ഗ്യാസ് സ്റ്റവിന് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കസ്റ്റമറിൻ്റെ കാലും കൈയൊക്കെ പൊള്ളുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇതിനകത്ത് ലീക്കേജ് വരാനുള്ള കാരണം എന്നുള്ളത്. ഇത്രയും കാര്യമായിട്ടാണ് കൈ പൊള്ളിയിരിക്കുന്നത്. അതൊരു ചെറിയൊരു സിലിണ്ടറിൻ്റെ ഈ ഒരു വാഷറിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഇവരുടെ കബോർഡ് തന്നെ ആയാലും ഏകദേശം നന്നായിട്ട് ബേണായിട്ട് കത്തിയിട്ടുണ്ട്. ഈ ഭാഗം ഈ അടുപ്പിൻ്റെ താഴെയുള്ള കബോർഡിൻ്റെ ഭാഗമാണ്. ഈ ഭാഗത്ത് വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തില്ല. ശരിക്കും മസ്റ്റായിട്ട് ഇതിൻ്റെ താഴെ വെന്റിലേഷൻ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വന്നൊന്നും അറിയാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ ബാറ്ററി ഊരുന്നുണ്ട്. കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്പാർക്കിങ് വരാതിരിക്കാനായിട്ട് ബാറ്ററി ഊരി മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബർണർ, അതിൻ്റെ പാൻ സപ്പോർട്ടുകൾ, സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നാലാണ് അത് ഗ്യാസ് കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. റെഗുലേറ്റർ ഓണാക്കി നോക്കുന്നുണ്ട്. അതിനകത്തൊരു ഫസ്റ്റ് എയർ പോയിട്ടുണ്ട്. ഗ്യാസ് ലോഡാകുന്നുണ്ട്. പക്ഷെ എവിടെയും ഒരു മൈന്യൂട്ടൊരു ലീക്ക് അയച്ചു നോക്കാം. അതിൻ്റെ അകത്താണ് ലീക്ക് എന്നുള്ളത്. ഇത് സ്ക്രൂ അയച്ചിട്ട് മൊത്തം നമുക്കൊന്ന് അയച്ചു നോക്കാം. മൊത്തത്തിൽ ഗ്ലാസിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഈ പൈപ്പുകൾ കംപ്ലീറ്റ് നമുക്ക് എവിടെ നിന്നാണ് ലീക്ക് വന്നതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഈ കാണുന്ന പൈപ്പുകളല്ല. ഫസ്റ്റ് നമ്മൾ ഫോമാണ് ഇടുന്നത് കേട്ടോ. ഏത് ഇനി ഇഞ്ചക്ടറാണോ ലീക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടെയോ ഒരു മൈന്യൂട്ട് ലീക്ക് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഫോമാണ് ഇടുന്നത്. ഒരിക്കലും ഫ്ലെയിമൊന്നും നമ്മൾ ഉപയോഗിച്ച് ഇത് ചെയ്യരുത്. ഇപ്പോൾ കംപ്ലീറ്റ് ജോയിൻ്റാണ് നമ്മൾ പൈപ്പ് നോക്കണം കേട്ടോ. എന്തെങ്കിലും ലീക്ക് ഉണ്ടാകുന്നുള്ളത് സൈഡിൽ നോക്കുന്നുണ്ട്. ജോയിൻ്റാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ നിന്നും ഫോം വന്നിട്ടില്ല. ജോയിൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഫോം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലീക്കെല്ലാം കാണിച്ചു. ഇവിടെ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ജോയിൻറ്റിലൊന്നുമില്ല, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ വില്ലനായിട്ട് വന്നേക്കുന്നത് ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള വാഷറാണ്. അത് ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. സൗണ്ട് കേൾക്കുന്നില്ലേ? ഇത് ചരിഞ്ഞിരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ പതുക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എയർ സൈഡിൽ കൂടി പോകുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ഗ്യാസ് ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് റെഗുലേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ലീക്കായി പോവുകയാണ്. നമ്മൾ ഊരിയെടുത്തു. പ്രഷർ ഓക്കെ. ഇതിൻ്റെ അകത്തുള്ള നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള വാഷറാണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ നമ്മൾ വാൽവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് കേൾക്കാൻ പാടില്ലെന്നാണ് നമ്മൾ മുന്നേയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റമറുടെ അടുത്തും ഇതുപോലെ തന്നെ സെയിം ആണ്. റിപ്പീറ്റ് കേൾക്കുന്നില്ല. രാവിലെ വന്ന് ഓൺ ചെയ്താലും റിപ്പീറ്റ് കേൾക്കാറില്ല, വൈകിട്ടായാലും റിപ്പീറ്റ് കേൾക്കാറില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ വാഷർ കംപ്ലൈൻ്റ് ആയിട്ട് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഇതിൻ്റെ എയർ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ടിട്ടാണ് ഇവർക്ക് ഇത്രയും വലിയ ഇപ്പോൾ ഗ്യാസ് പോകുന്നുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. ഇത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക.